കാണാൻ സാധിക്കും. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം 4 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പിന്നീട് പിന്നെ 3 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പിന്നെ 16 രൂപ കാണാൻ സാധിക്കും ഇവിടെ ക്രെഡിറ്റ് ആയത്. പിന്നെ 50 രൂപ ക്രെഡിറ്റ് ആയി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 50 രൂപ ക്രെഡിറ്റ് ആയത്. പിന്നെ 2 രൂപ, പിന്നെ 2 രൂപ, പിന്നെ 5 രൂപ, പിന്നെ വീണ്ടും ഒരു 50 രൂപ, വീണ്ടും ഒരു 50 രൂപ, അങ്ങനെ ക്രെഡിറ്റ് ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ അത് കാണാൻ സാധിക്കും. നമുക്ക് 100 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ 100 രൂപ വിഡ്രോ ചെയ്തു. 100 രൂപ കംപ്ലീറ്റ് ആക്കി. വീണ്ടും 100 രൂപ വിഡ്രോ ചെയ്തു. 100 രൂപ പിന്നെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും നമ്മൾ 100 രൂപ 106 ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ 111 വിഡ്രോ ചെയ്തിട്ടുണ്ട്. 101 വിഡ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ 115 രൂപ വിഡ്രോ ചെയ്തു. 15 രൂപ. പിന്നെ വീണ്ടും 101 രൂപ. പിന്നെ 108 രൂപ. പിന്നെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും 173 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നീട് നോക്കിക്കോളൂ, വീണ്ടും നമ്മൾ വീണ്ടും 102 രൂപ. പിന്നെ വീണ്ടും 204 രൂപ. അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 100 രൂപ, 159 രൂപ, ഇവിടെ 159 വിഡ്രോ ചെയ്ത് കാണാൻ സാധിക്കും. 100 രൂപ. അങ്ങനെ ഇത്രയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫ് എൻ്റെ ഡയറക്റ്റ് ബാങ്കിൽ കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫാണ് ഇത്രയും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിരന്തരം നമ്മൾ എങ്ങനെയാണ് ഓൺലൈനിൽ കൂടെ പണം സമ്പാദിക്കുക, വരുമാനം ഉണ്ടാക്കുക എന്നത് നിരന്തരം സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ മിക്ക സെർച്ചുകളും ചെന്നെത്തുന്നത് മിക്കവാറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിനുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് വെരിഫൈ അല്ല, അത് ലിമിറ്റഡ് ടൈം ആണെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ലിമിറ്റഡ് ടൈം ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അത് എപ്പോഴാണോ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളത് ട്രൈ ചെയ്യുക. ഫസ്റ്റ് തന്നെ പേ ഔട്ട് വിഡ്രോ എടുക്കുക. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഓഫർ തന്നെ നിലനിൽക്കണമെന്നില്ല. കാരണം അത് അവർ വിഡ്രോ ചെയ്യാം, പിന്നെ വലിക്കാം, വേറെ ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സർവീസ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ലോങ് ടൈം ആപ്ലിക്കേഷനാണ്. അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഞാനുണ്ടാക്കിയ പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം ഇതിൽ നിന്ന് കാണിക്കാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അതിനായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിലോട്ടായിരിക്കും വരുന്നത്. ഈ പ്ലസിലോട്ട് വന്ന ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളായി വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പർ എന്ന എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് സൈഡിലുള്ള ആരോ മാർക്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആരോ മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ OTP ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പം ജസ്റ്റ് ഞാൻ ഫിംഗർ ചെയ്തുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുക. പ്രൊഫൈലിൽ പോയതിന് ശേഷം നിങ്ങൾ യൂസർ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, യൂസർ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ കാണാം. ന്യൂ യൂസറുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് എന്നുള്ള 0% ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേസിക് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചോദിക്കുന്ന അനുസരിച്ച് നമ്മൾ ഓരോന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. നമ്മളെല്ലാം പലരും ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ചെയ്ത് ലിങ്ക് ആക്കുന്നില്ല. അപ്പോൾ പാൻ കാർഡ് വെരിഫിക്കേഷൻ, ഇതിന് പാൻ കാർഡ് നമുക്ക് മസ്റ്റാണ്. പാൻ കാർഡാണ് നമുക്ക് ഇൻ്റർനാഷണലായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് പണമിടപാടുകൾക്കെല്ലാം നമുക്ക് ഈ പാൻ കാർഡ് ആവശ്യമാണ്. കാരണം പാൻ കാർഡിലൂടെയാണ് ഓരോ ഓൺലൈനാണ് ഇപ്പോൾ എല്ലാം പാൻ കാർഡ് ആവശ്യം. പാൻ കാർഡ് എടുക്കാൻ 5 മിനിറ്റ് മതി. നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോകൾ കാണാം. ഒരു പൈസ മുടക്കില്ലാതെ നമുക്ക് കിട്ടും. നമുക്ക് പോസ്റ്റ് വഴി കിട്ടണമെങ്കിൽ വെറും 50 രൂപ മുടക്കി പോസ്റ്റ് വഴിയും കിട്ടാം. ജസ്റ്റ് പാൻ കാർഡ് എടുത്ത് വെക്കുക മാത്രം മതി. പാൻ കാർഡ് വെരിഫിക്കേഷൻ എന്തെന്നാൽ പാൻ കാർഡ് എടുത്തിട്ട് നമ്മൾ പാൻ കാർഡ് ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ കണ്ടിന്യൂ സെക്ഷനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോ ക്യാമറ ആക്സസ് എന്നുള്ള ഭാഗത്ത് എനേബിൾ ക്യാമറ എന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ താങ്ക് യു എന്നുള്ള ഭാഗത്ത് സബ്മിറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലാണ് നമുക്ക് പാൻ കാർഡ് വെരിഫിക്കേഷൻ ജസ്റ്റ് പിക്ചർ എടുക്കുകയാണ്. അത് നമ്മൾ പാൻ കാർഡ് നമ്മൾ ക്യാമറക്കുള്ളിൽ വെച്ച് കഴിഞ്ഞ് ബാക്കും ഫ്രണ്ടും അവർ ചോദിക്കാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ പാൻ കാർഡും അവർ വെരിഫൈ ചെയ്ത് തരുന്നതാണ്. ബേസിക് വെരിഫിക്കേഷൻ ജസ്റ്റ് പെട്ടെന്ന് കിട്ടും. പാൻ കാർഡ് 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ വെരിഫിക്കേഷൻ ചെയ്ത് കിട്ടുന്നതാണ്. ജസ്റ്റ് അതിന് ഐഡൻറ്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ എന്നാണ്. ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആധാർ കാർഡ്, വോട്ടർ ID, അങ്ങനെ ലൈസൻസ്, ഇതുപോലെ 3 ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡും കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡിലായിരിക്കും കൂടുതൽ എല്ലാവർക്കും ഉള്ളത്. ആധാർ കാർഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത അതേപോലെ തന്നെ ഒരു ക്യാമറ ആയിരിക്കും വരുന്ന ക്യാമറയ്ക്കുള്ളിൽ നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അത് സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളിപ്പോൾ ക്യാമറ സെക്ഷനിലാണ്, ജസ്റ്റ് ഒന്ന് ആധാർ കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാർഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് കയറ്റി കൊടുത്തിട്ട് മൈ കാർഡ് ഈസ് റീഡബിൾ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അടുത്ത ടേക്ക് എ സെൽഫി, നമ്മുടെ സെൽഫി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായി നമ്മൾ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ജസ്റ്റ് നമ്മുടെ സെൽഫി ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് കൺഫേം ആ സെൽഫി എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വെരിഫൈ ആയി സബ്മിറ്റ് വെരിഫിക്കേഷൻ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഐഡൻറ്റി കാർഡ് വെരിഫിക്കേഷൻ 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ വെരിഫൈ ആവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 100% നിങ്ങൾ വെരിഫൈ ആകുമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ KYC വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ മെയിൻ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഹിസ്റ്ററി എടുക്കുന്നു. ഉണ്ടോ 100 വിഡ്രോ 100 കംപ്ലീറ്റഡ് എന്നുള്ള കണ്ടല്ലോ. 100 വിഡ്രോ കംപ്ലീറ്റഡ്, 259 വിഡ്രോ കംപ്ലീറ്റഡ്, 108 രൂപ, പിന്നെ 101 രൂപ, 111 രൂപ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. 111 രൂപ, പിന്നെ 106 വിഡ്രോ ചെയ്തു. പിന്നെ നിങ്ങൾ നോക്കൂ 115 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 101 രൂപ വിഡ്രോ ചെയ്തു, 108 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 173 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 105 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 102 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 204 വിഡ്രോ ചെയ്തു, 205 വിഡ്രോ ചെയ്തു. അങ്ങനെ വീണ്ടും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ നോക്കിക്കോളൂ, പിന്നെ 168 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ നോക്കിക്കോളൂ 101 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 102 രൂപ വിഡ്രോ ചെയ്തു. ഒരുപാട് അങ്ങനെ പേയ്മെൻറ്റ് ഓഫ് ഒരുപാടുണ്ട്. 165, 175, 173, 249 നിങ്ങൾ കാണാൻ സാധിക്കും. 249 അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് പ്രൂഫുകൾ എൻ്റെ ആയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സൈനപ്പ് വെച്ച് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും. സൈനപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് 4 രൂപ ഇത് നിങ്ങൾക്ക് ഈ ഇവിടെ ബോണസ് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യു ആർ വോൺ കൺഗ്രാറ്റ്സ് ഓൺ കംപ്ലീറ്റിംഗ് അക്കൗണ്ട് വെരിഫിക്കേഷൻ. നിങ്ങൾ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റാൻഡം ബോണസ് കിട്ടും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് 2-3 ബോണസ് കിട്ടും. ചില സമയങ്ങളിൽ 25, 50, 100 ഒക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കിട്ടിയ ബോണസാണ്. ഒക്കെയാണ് നമുക്ക് ഇതിലുള്ള സൈനപ്പ് ബോണസ് കിട്ടുന്നുള്ള ബെനിഫിറ്റ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് കറൻസി എക്സ്ചേഞ്ച് ആണിത്. അതായത് നമ്മൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഇത്. നമുക്ക് നല്ല വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. നമുക്ക് ഇതിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഞാൻ ലൈവായിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കാരണമാണ് നിങ്ങളോട് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരു ബിറ്റ്കോയിൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെക്കൻഡ്, ഇതിപ്പോൾ 62.39 അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ വാങ്ങിയ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കറണ്ട് വാല്യൂ 93 രൂപയുണ്ട്. മനസ്സിലായോ? 93. അതിന് 84% പ്രോഫിറ്റിലാണ്. ഞാൻ ഓർഡർ ആൻഡ് ഹിസ്റ്ററി കാണിച്ചു തരാം. BTC നമുക്ക് റിസീവ് ചെയ്താണ്, നമുക്ക് ബോണസായിട്ട് കിട്ടുന്നതാണിത്. നമുക്ക് ഇപ്പോൾ ഇത് നോക്കിയുള്ളൂ 100 രൂപയ്ക്ക് വാങ്ങി. ഞാൻ വിറ്റ് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്ക് വാങ്ങി. പിന്നെ അതിന് വിറ്റ് നോക്കൂ 175 രൂപയ്ക്കാണ് ഞാൻ വിറ്റത്. 175 രൂപയ്ക്ക്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ടൈമിൽ നോക്കിക്കോളൂ. 100 ഇപ്പോൾ ഞാൻ ടൈമിൽ നോക്കിക്കോളൂ. BTC നമ്മൾ 7:52 വാങ്ങി. അതിനുശേഷം വിറ്റെന്ന് പറയുന്നത് 175 രൂപയ്ക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു 100 രൂപ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും 175 വന്നത്. ഇപ്പോൾ ഞാൻ 10,000 രൂപ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് 17,500 രൂപ കിട്ടിയത്. ഭയങ്കരമായിട്ട് ലാഭമുള്ള പരിപാടിയാണ്. നമുക്ക് നഷ്ടം വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പണ്ട് എൻ്റെ ഒരു 86 നിങ്ങൾക്ക് കാണാൻ സാധിക്കും 86% പ്രോഫിറ്റിലാണ് ഞാനുള്ളത്. ആ ആരോ മാർക്ക് കാണാൻ സാധിക്കും ഗ്രീനിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എമൗണ്ട് എൻ്റർ ചെയ്യുക. മിനിമം ഒരു 100 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ റീചാർജ് ചെയ്യുന്നു. നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ കാണുന്നു. നമ്മൾ എൻ്റർ എമൗണ്ട് ഇപ്പോൾ 100 കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഡിപ്പോസിറ്റ് 100 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് UPI ബാങ്ക് ട്രാൻസ്ഫർ അതുവഴിയെല്ലാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ UPI വഴി നിങ്ങൾക്ക് ഈ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ട് നമ്പറും എല്ലാം അയച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഇതിനകത്ത് ക്രെഡിറ്റ് ആവും. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതൊരു 175, 200, 300 ഒക്കെ ആവുന്നു. നിങ്ങളത് വിഡ്രോ ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പോകുന്നത്. ഞാൻ അങ്ങനെയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് 100 വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ 101 രൂപയായി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാം. അങ്ങനെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോൾ ഞാൻ 100 രൂപ ഫസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിഡ്രോ ചെയ്യുന്നത് കാണിച്ചു തരാം. 100 തന്നെയായിട്ട് വിഡ്രോ ചെയ്തു. ഞാൻ ആദ്യം വർക്ക് ചെയ്ത് നോക്കിയതാണ്. പിന്നെ 100 രൂപ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾ ലൈവായിട്ട് കണ്ടോ. 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു.
അതിനുശേഷം ഞാൻ അന്ന് തന്നെ, അത് നിങ്ങൾ 21 ഡിസംബർ കാണാൻ സാധിക്കും. 21 ഡിസംബർ 7:24 PM നോക്കൂ, 7:24 PM ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. നിങ്ങൾ അടുത്ത നോക്കൂ, ഞാൻ വിഡ്രോ ചെയ്തത് അതേ ദിവസം 21 ഡിസംബറിൽ 7:27, അതായത് 3 മിനിറ്റിന് ശേഷം ഞാൻ വിഡ്രോ ചെയ്തത് 159 രൂപയാണ്. അതായത് 59 രൂപ എൻ്റെ പ്രോഫിറ്റ് കാണാൻ സാധിക്കും. നോക്കൂ, 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ 8 രൂപ പ്രോഫിറ്റ്. പിന്നെ ഞാൻ നോക്കണ്ടോ, പിന്നെ ഞാൻ 111 രൂപയ്ക്ക് പിന്നെ വിഡ്രോ ചെയ്തു, കാരണം അതിൻ്റെ പ്രോഫിറ്റ് കൂടി. പിന്നെ ഡെപ്പോസിറ്റ്, അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് 100 രൂപ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കുക. കാരണം ഞാൻ അതിൻ്റെ പിന്നെ ഞാൻ കയ്യിൽ നിന്ന് പൈസ നിർത്തിയിട്ടില്ല, കാരണം നമ്മൾ ഈ പ്രോഫിറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 100 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് 115 ആയി. 115 വിഡ്രോ ചെയ്തു. ഞാനിപ്പോൾ ഈ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥാനത്ത് 1000 രൂപ ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ എത്ര രൂപയാണ്? 1590 രൂപയായിരുന്നു. പ്രോഫിറ്റ് 590 രൂപ കിട്ടിയത്. അത് 10,000 രൂപ ആയിരുന്നെങ്കിലോ 15,900 രൂപ കിട്ടിയത്. അതായത് എനിക്ക് 5,900 രൂപ പ്രോഫിറ്റ്. ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് വെച്ചു, 106 കിട്ടിയത്. ഞാനവിടെ 10,000 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വെച്ചിരുന്നെങ്കിലും എനിക്ക് എത്ര കിട്ടിയാണ്? 60 രൂപ പ്രോഫിറ്റ്. മനസ്സിലായല്ലോ? നമ്മുടെ പൈസ പോകുന്നില്ല. നമ്മൾ ഒറ്റ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ അത് വെച്ച് റോൾ ചെയ്യുക. ഇപ്പോൾ 100 വെച്ചു, അവിടെ ഞാൻ 1000 ആയിരുന്നെങ്കിൽ എത്ര കിട്ടിയാണ്? എനിക്ക് 150 രൂപ പ്രോഫിറ്റ്. ഇപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. നിങ്ങൾക്ക് 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ 1000 രൂപ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് 730 രൂപയാണ്. ഡെയിലിയാണ്, ഒരു ഡെയിലി കാര്യമാണ്. ഞാൻ ഒരു ദിവസം തന്നെ 3-4 ട്രേഡ് എടുക്കും. മനസ്സിലായി? 3-4 അൺലിമിറ്റഡ് 10-20 ഒക്കെ എടുക്കും ഒരു ദിവസം തന്നെ. ഇതുണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും. 18-16 എല്ലാം ഒരേ ദിവസം തന്നെ എടുത്ത ഇതാണ്, ട്രേഡാണ്. അതായത് ഒരു ദിവസം തന്നെ ഞാനിപ്പോൾ 1000 വെക്കുവാണെങ്കിൽ എനിക്ക് 730 രൂപ പ്രോഫിറ്റ് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ അത് 2-3 ട്രേഡ് ഞാൻ എടുക്കുമായിരുന്നെങ്കിലോ 10,000 എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് 7,300 രൂപ പ്രോഫിറ്റ് ഡെയിലി കിട്ടിയേനെ. ഇങ്ങനെയാണ് വർക്കാവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഹൂജാടി 204 കണ്ടല്ലോ, 205 രൂപ. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 205 കിട്ടിയത്. മനസ്സിലായല്ലോ? 100 രൂപ, അതായത് ഞാനിപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് കിട്ടിയത് 2,050 രൂപ. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് 20,500 രൂപ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനകത്ത് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻകത്തിന് ലിമിറ്റില്ല. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്കൊരു 10 മണി വരെ ഉറങ്ങിയിട്ട് പതിയെ ഇതിനകത്തോട്ട് കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ മാർക്കറ്റ് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബിറ്റ്കോയിൻ എടുക്കുന്നു, കാണിച്ചു തരാം. അതിനകത്തിപ്പോൾ എൻ്റെ ഇതുണ്ട്. അപ്പോൾ സെൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്വാണ്ടിറ്റി 100 അടിക്കുന്നു. ഓക്കെ. ഇപ്പോൾ ബൈ എന്നടിക്കുന്നു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ഇതിനുള്ളിൽ, അതായത് ഇത്ര ഇതിനുള്ളിൽ നമുക്ക് എന്താണോ, അതായത് നമുക്കിപ്പോൾ ഒരു 62 ലക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. 62,65,300 രൂപയാണ്. ഇപ്പോൾ 62,65,300 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ 62,55,899 മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴാണോ ഇത് കുറയുന്നത് ആ സമയം വാങ്ങുക, എപ്പോഴാണോ കൂടുന്നത് ആ സമയം വിൽക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞ് ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ബൈ ചെയ്യുക. എന്നിട്ട് ഏത് സമയത്താണോ നമുക്ക് സെല് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ എമൗണ്ട് അടിച്ചു വെച്ചാൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങളുടെ എമൗണ്ട് ആ പ്രോഫിറ്റോട് കൂടി അത് സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ബാലൻസിൽ കൊണ്ട് ക്രെഡിറ്റ് ആക്കി തരും. എന്നിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. വിഡ്രോ ചെയ്യുന്നത് കാണിച്ചു തരാം. വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ വാലറ്റിൽ പോവുക. വിഡ്രോ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, വിഡ്രോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എത്രയാണോ ഇപ്പോൾ 100 മിനിമം വിഡ്രോ, ആ 100 അടിക്കുക. എന്നിട്ട് ഇവിടെ വിഡ്രോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിനകത്താണ് എൻ്റെ ഇത് എമൗണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇങ്ങനെയായിരുന്നു വിഡ്രോ ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ക്രെഡിറ്റ് ആവുന്നതാണ്. പേടിഎമ്മിലോട്ടോ ഗൂഗിൾ പേയിലോട്ടോ ഏത് ബാങ്കിലോട്ടോ, എയർടെൽ പേയ്മെൻറ്റ് ബാങ്കോ ഗൂഗിൾ പേ ഏത് ബാങ്കിലോട്ടും ഇത് ഫുള്ളായിട്ട് നമുക്ക് സപ്പോർട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കളയില്ല. മാക്സിമം ഇന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ KYC വെരിഫൈ ചെയ്തോളൂ. ആപ്ലിക്കേഷനിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായിക്കോളൂ. ഇതിനകത്ത് ചില്ലറ ഇതല്ല, ഇത് ലോങ് ടൈം ആപ്ലിക്കേഷനാണ്, ഫുള്ളി ട്രസ്റ്റഡ് ആപ്ലിക്കേഷനാണ്. ഞാൻ ലോങ് ടൈമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണിത്. ഓക്കെ. ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ആ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. താഴെ ഇവർക്ക് ടെലിഗ്രാം ചാനലുണ്ട്, പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്, ഇതിൻ്റെ ട്രിക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം എൻ്റെ ടെലിഗ്രാം ചാനലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്നാൽ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മാത്രമല്ല ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ, എഥേറിയം, USDT, BNB, SOL, USDC, XRP, ഡോജ് കോയിൻ, അങ്ങനെ ഒരുപാട് കോയിൻസുകൾ ഉണ്ട്. അപ്പോൾ ആ കോയിൻസുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് മിക്കതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നിൽക്കുന്ന ആരാണെന്ന് കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ഈസ് ഡൗൺ ഇൻ ദ ലാസ്റ്റ് 24 hours മാർക്കറ്റ് ഡൗൺ ആണെന്ന് കാണിക്കുന്നത്. ഈ റെഡിൽ ആരോ താഴോട്ടാണെങ്കിൽ ഡൗൺ എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നവരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ ലേൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്രിപ്റ്റോടെ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഓരോരോ ക്വിസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും. പിന്നെ പോർട്ട്ഫോളിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 50 രൂപയായിരുന്നു. ഓക്കെ, എനിക്കിപ്പോൾ 50 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 93 രൂപ ആയിട്ടുണ്ട്. അതായത് 43 20 രൂപ എനിക്ക് അതിന് പ്രോഫിറ്റാണ്. മനസ്സിലായല്ലോ. ഞാനിപ്പോൾ അതിനകത്തൊരു 10,000 50,000 ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എൻ്റെ അതിനകത്തുള്ള പ്രോഫിറ്റ് എത്രയായിരിക്കും? 43,000 രൂപ ആയേനെ. മനസ്സിലായല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഇത് പോകുന്നത്. ഇപ്പോൾ ഞാൻ ബിറ്റ് കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂ ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരുമാനം ഉണ്ടാക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നല്ലൊരു ബെറ്റർ ലൈഫ് സ്റ്റൈലാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിന് ആക്ഷൻ എടുത്തേ തീരൂ. നമ്മൾക്ക് നോക്കി നിന്നുകൊണ്ട് നമുക്ക് സമയം കളയാൻ നമുക്ക് നേരമില്ല. കാരണം അതിന് ഓരോരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് നമ്മളെ അത് തേടി വരില്ല, നമ്മളതിനെ തേടി വരണം. നമുക്ക് തേടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ജസ്റ്റ് ഇതിനകത്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്യുക, KYC വെരിഫൈ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കണ്ടെത്താനുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള സോഴ്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ലൈവായിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അവസരമാണ് വർക്ക് ചെയ്ത് തുടങ്ങുക, പേയ്മെൻറ്റ് എടുക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത സ്ഥാനത്ത് 1000 രൂപ ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ എത്ര രൂപയായിരുന്നു? 1590 രൂപ ആയിരുന്നെങ്കിൽ പ്രോഫിറ്റ് 590 പ്രോഫിറ്റ് കിട്ടി. അത് 10,000 രൂപ ആയിരുന്നെങ്കിലോ 15,900 രൂപ കിട്ടിയത്. അതായത് എനിക്ക് 5,900 രൂപ പ്രോഫിറ്റ്. ഇപ്പോൾ ഞാനിവിടെ 100 ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് വെച്ചു, 106 കിട്ടിയത്. ഞാനവിടെ 10,000 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വെച്ചിരുന്നെങ്കിലും എനിക്ക് എത്ര കിട്ടിയേനെ? 60 രൂപ പ്രോഫിറ്റ്. മനസ്സിലായല്ലോ. നമ്മുടെ പൈസ പോകുന്നില്ല. നമ്മൾ ഒറ്റ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ അത് വെച്ച് റോൾ ചെയ്യുക. ഇപ്പോൾ 100 വെച്ചു, അവിടെ ഞാൻ 1000 ആയിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? എനിക്ക് 150 രൂപ പ്രോഫിറ്റ്. ഇപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. നിങ്ങൾക്ക് 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ 1000 രൂപ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് 730 രൂപയാണ്. ഡെയിലിയാണ്, ഒരു ഡെയിലി കാര്യമാണ്. ഞാൻ ഒരു ദിവസം തന്നെ 3-4 ട്രേഡ് എടുക്കും. മനസ്സിലായി? 3-4 അൺലിമിറ്റഡ് 10-20 ഒക്കെ എടുക്കും ഒരു ദിവസം തന്നെ. ഇതുണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും. 18-16 എല്ലാം ഒരേ ദിവസം തന്നെ എടുത്ത ഇതാണ് ട്രേഡാണ്. അതായത് ഒരു ദിവസം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ 1000 വെക്കുവാണെങ്കിൽ എനിക്ക് 730 രൂപ പ്രോഫിറ്റ് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അത് 2-3 ട്രേഡ് ഞാൻ എടുക്കുമായിരുന്നെങ്കിലോ 10,000 എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് 7,300 പ്രോഫിറ്റ് ഡെയിലി കിട്ടിയേനെ. ഇങ്ങനെയാണ് വർക്കാവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഹൂജ് 204 കണ്ടല്ലോ, 205 രൂപ. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 205 കിട്ടിയത്. മനസ്സിലായല്ലോ. 100 രൂപ. അതായത് ഞാനിപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് കിട്ടിയത് 2,050 രൂപ. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് 20,500 രൂപ. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനകത്ത് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻകത്തിന് ലിമിറ്റില്ല. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്കൊരു 10 മണി വരെ ഉറങ്ങിയിട്ട് പതിയെ ഇതിനകത്തോട്ട് കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ മാർക്കറ്റ് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ഇപ്പം ഈ കോയിൻസ് വില കൂടുന്നത് ആ സമയത്തേക്ക് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ബിറ്റ് കോയിൻ എടുക്കുന്നു, കാണിച്ചു തരാം. അതിനകത്ത് ഇപ്പോൾ എൻ്റെ ഇതുണ്ട്. അപ്പോൾ സെൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്വാണ്ടിറ്റി 100 എന്നടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ബൈ എന്നടിക്കുന്നു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ഇതിനുള്ളിൽ, അതായത് ഇത്ര ഇതിനുള്ളിൽ നമുക്ക് എന്താണോ, അതായത് നമുക്കിപ്പോൾ ഒരു 62 ലക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. 62,65,300 രൂപയാണ്. ഇപ്പോൾ 62,65,300 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ 62,55,899 മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴാണോ ഇത് കുറയുന്നത് ആ സമയം വാങ്ങുക, എപ്പോഴാണോ കൂടുന്നത് ആ സമയം വിൽക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞ് ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ബൈ ചെയ്യുക. എന്നിട്ട് ഏത് സമയത്താണോ നമുക്ക് സെല് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ എമൗണ്ട് അടിച്ചു വെച്ചാൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങളുടെ എമൗണ്ട് ആ പ്രോഫിറ്റോട് കൂടി അത് സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ബാലൻസിൽ കൊണ്ട് ക്രെഡിറ്റ് ആക്കി തരും. എന്നിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ വാലറ്റിൽ പോവുക. വിഡ്രോ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, വിഡ്രോ എന്നുള്ള ഭാഗത്ത് ഇവിടെ എത്രയാണോ ഇപ്പോൾ 100 മിനിമം വിഡ്രോ, ആ 100 അടിക്കുക. എന്നിട്ട് ഇവിടെ വിഡ്രോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിനകത്താണ് എൻ്റെ ഇത് എമൗണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇങ്ങനെ വിഡ്രോ ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ക്രെഡിറ്റ് ആവുന്നതാണ്. പേടിഎമ്മിലോട്ടോ ഗൂഗിൾ പേയിലോട്ടോ ഏത് ബാങ്കിലോട്ടോ, എയർടെൽ പേയ്മെൻറ്റ് ബാങ്കോ ഗൂഗിൾ പേ ഏത് ബാങ്കിലോട്ടും ഇത് ഫുള്ളായിട്ട് നമുക്ക് സപ്പോർട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കളയില്ല. മാക്സിമം ഇന്ന് തന്നെ എപ്പോൾ തന്നെ നിങ്ങൾ KYC വെരിഫൈ ചെയ്തോളൂ. ആപ്ലിക്കേഷനിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായിക്കോളൂ. ഇതിനകത്ത് ചില്ലറ ഇതല്ല, ഇത് ലോങ് ടൈം ആപ്ലിക്കേഷനാണ്, ഫുള്ളി ട്രസ്റ്റഡ് ആപ്ലിക്കേഷനാണ്. ഞാൻ ലോങ് ടൈമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണിത്. ഓക്കെ, ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക്
ആ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. താഴെ ഇവർക്ക് ടെലഗ്രാം ചാനലുണ്ട്, പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്, ഇതിൻ്റെ ട്രിക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം എൻ്റെ ടെലഗ്രാം ചാനലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡെയിലി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലാണ്. ഇവിടെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും നമ്മുടെ പേയ്മെൻറ്റ് പ്രൂഫുകളും എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്ത് ആപ്ലിക്കേഷനിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണോ ഫസ്റ്റ് പുതിയ അപ്ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഓഫർ തീർന്നു, അല്ല പുതിയ ഓഫർ വന്നിട്ടുണ്ട്, ഇതിൽ നമുക്ക് അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ.